ആയിട്ടുള്ളൊരു മസാല ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ചിക്കനിലോട്ട് 1½ ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, ആവശ്യത്തിന് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ജീരകത്തിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജീരകം കുറച്ച് ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് പൊടിയുള്ളതെങ്കിൽ പൊടി ആഡ് ചെയ്യുക. ഇനി നമുക്കിതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കൊരു പാനിൽ ഓയിൽ ചേർത്തിട്ട് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 4 മിനിറ്റോ 3 മിനിറ്റോ ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാം ഫ്രൈ ആയി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ കോരി മാറ്റാം. ഇനി നമുക്ക് അതേ ചിക്കൻ പൊരിച്ച ഓയിലിലോട്ട് തന്നെ ഒരു നുള്ള് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 2 സവാള ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടും. ഇനി ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1½ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കത് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുകയാണ്. അതും വഴറ്റാം. പിന്നെ നമ്മൾ 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷവും നമ്മൾക്ക് ഇതുപോലെ എല്ലാം ഗ്രേവിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വച്ചാൽ മതിയാകും. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. അത്യാവശ്യം പകുതി വരെയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ നമുക്കിതിലോട്ട് ചേർക്കാം. വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മസാല ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു തിക്നെസ്സിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കുന്നത്. ഇനി നമുക്കിതൊരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ ചോറും നല്ല മോര് കാച്ചിയതിൻ്റെ കൂടെയൊക്കെയാണ് ഇത് കഴിക്കുന്നത്. താങ്ക് യു.